ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ പൊടിയും കടന്ന സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിവിനും വിനീതും കൂടി സംസാരിച്ചിരിക്കുമ്പോൾ അവരുടെ അരികിലേക്ക് ചെന്ന കാവേരി തന്റെ ജോലി കാര്യത്തെക്കുറിച്ച് വിനീതിനോട് പറയുകയാണ്. നിവിനോടും എവിടെയെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പറയണമെന്ന് കാവേരി പറയുകയാണ്. ഉറപ്പായും പറയാമെന്ന് നിവിൻ പറയുകയാണ്. തുടർന്ന് രാജേശ്വരി ആസിഫുമായി റിസോർട്ടിലെ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. റിസോർട്ടിൽ ഒരു ജോബ് വേക്കൻസി ഉള്ള കാര്യവും പറയുന്നു. അമ്മ ആ പെൺകുട്ടിയെ പറഞ്ഞു വിട്ടതാണോ എന്ന് നിവിൻ ചോദിക്കുമ്പോൾ രാജേശ്വരി പറയുകയാണ്, നീ അങ്ങനെ സംശയിക്കുമെന്ന് എനിക്കറിയാം, പക്ഷെ അല്ല, അവളുടെ കല്യാണമാ, അതുകൊണ്ട് അവള് ജോലി വേണ്ടാന്ന് വെച്ചത്. ആസിഫ് ചോദിക്കുന്നു, ആ പെൺകുട്ടിക്ക് പകരം മറ്റൊരാളെ വേണ്ടേ ജോലിക്കായി? അടുത്ത ആഴ്ചയാ ആ പെൺകുട്ടിയുടെ കല്യാണം, പെട്ടെന്നാ ജോലി വേണ്ടാന്ന് വെച്ചത്. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് വേറൊരാളെ കണ്ടെത്താമായിരുന്നു. രാജേശ്വരി പറയുകയാണ്, എല്ലാം ഇത് തന്നെയാ, ഇതുപോലെ എത്ര പേരെ ഞാൻ ജോലിക്ക് എടുത്തതാ, 2 വർഷം പോലും നിൽക്കില്ല, ഇനി പുതിയ ആളെ കണ്ടെത്തണം. ആസിഫ് പറയുകയാണ്, മേഡം എല്ലാം കൂടി ഞാൻ എങ്ങനെയാ, ഇവിടുത്തെ കാര്യവും നോക്കണം, ഇനിയും ജോലിക്കായി ആളെയും കണ്ടെത്തണം. രാജേശ്വരി ചോദിക്കുന്നു, നിന്നോടാരാ ജോലിക്കായുള്ള ആളെ കണ്ടെത്തണമെന്ന് പറഞ്ഞത്? ഇവൻ കണ്ടെത്തട്ടെ. നിവിൻ പറയുന്നു, ആസിഫെ നീ പോയിട്ട് വാ, ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കോളാം. രാജേശ്വരി പറയുകയാണ്, ഇന്ന് മാത്രമല്ല ഇന്നും നീ വേണം ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ, നീ ഇന്ന് റിസപ്ഷനിലിരിക്ക്. നിവിൻ ചോദിക്കുന്നു, റിസപ്ഷനിലോ? എനിക്ക് പറ്റില്ല. ആസിഫ് പറയുകയാണ്, മാഡം റിസപ്ഷനില് ഒരു പെൺകുട്ടി ഇരിക്കുമ്പോഴാ അതിന്റെ ഒരു ഭംഗി. പെട്ടെന്ന് നിവിൻ ഓർക്കുകയാണ് ജോലിക്കാര്യത്തെ കുറിച്ച് കാവേരി പറഞ്ഞത്. രാജേശ്വരി പറയുന്നു, ഇനി ഒരു പെൺകുട്ടി റിസപ്ഷനിൽ വേണ്ട, നിവിൻ മതി. നിവിൻ പറയുകയാണ്, അത് പറ്റില്ല. ആസിഫ് പറഞ്ഞത് അതിന്റെ ഒരു ശരി, ഒരു പെൺകുട്ടി ഇരുന്നാലേ റിസപ്ഷൻ ഒരു ഭംഗി തോന്നുകയുള്ളൂ. ആദ്യം ഒരു പെണ്ണിനെ ജോലിക്ക് എടുക്കാം. രാജേശ്വരി പറയുകയാണ്, അതല്ലേ ഞാൻ പറഞ്ഞത്, ഒരുത്തിയും 2 വർഷത്തിൽ കൂടുതൽ നിൽക്കില്ല, കല്യാണം എന്ന് പറഞ്ഞങ്ങ് പോകും. കല്യാണം കഴിഞ്ഞൊരു പെണ്ണിനെ ജോലിക്ക് എടുത്താൽ 5 മണിക്കുള്ളിൽ വീട്ടിൽ പോകണമെന്ന് പറയും. നിവിൻ പറയുന്നു, അമ്മ വിഷമിക്കണ്ട, ഈ പ്രാവശ്യം ആളെ ഞാൻ കണ്ടുപിടിക്കാം. രാജേശ്വരി ചോദിക്കുന്നു, നീ റിസപ്ഷനിൽ ഇരുന്നാൽ എന്താ കുഴപ്പം? നിവിൻ പറയുകയാണ്, അമ്മ റിസോർട്ട് നോക്കാൻ പറഞ്ഞാൽ അതിലൊരു ന്യായമുണ്ട്, പക്ഷെ റിസപ്ഷൻ ജോലിയൊക്കെ ചെയ്യാൻ പറയരുത്, അതിന് പറ്റിയ ഒരാളെ ഞാൻ കൊണ്ടുവരാം. ഞാൻ കണ്ടുപിടിച്ചോണ്ട് വരുമ്പോൾ അമ്മ നോ പറയാതെ ഓക്കെ പറഞ്ഞാ മതി. രാജേശ്വരി പറയുന്നു, നിന്നെ പോലെ ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരാളെ കൂട്ടിക്കൊണ്ട് വരരുത്, നീ എന്തായാലും കൂട്ടിക്കൊണ്ടുവാ, നോക്കാം. അങ്ങനെ രാജേശ്വരിയും ആസിഫും അവിടെ നിന്ന് പോകുമ്പോൾ നിവിൻ മനസ്സിൽ പറയുകയാണ്, കാവേരി നീ ആദ്യം റിസോർട്ടിലേക്ക് വാ, അതിനുശേഷം എന്റെ വീട്ടിലേക്കും. തുടർന്ന് വിനീതിന്റെ കടയിലേക്ക് വന്ന നിവിൻ കാവേരിയുടെ ജോലിക്കാര്യം സംസാരിക്കുകയാണ്. അവിടെ ജോലി ഉണ്ടോന്ന് വിനീത് ചോദിക്കുമ്പോൾ നിവിൻ പറയുകയാണ്, കാവേരി ജോലിക്കാരൻ പറഞ്ഞതിന് ശേഷം റിസോർട്ടില് ഒരു റിസപ്ഷനിസ്റ്റിന്റെ വേക്കൻസി വന്നു, അമ്മ ഓക്കെ പറഞ്ഞോന്ന് വിനീത് ചോദിക്കുമ്പോൾ നിവിൻ പറയുകയാണ്, കാവേരി ഓക്കെ പറഞ്ഞാൽ അമ്മയോട് സംസാരിക്കാം, ചോദിച്ചിട്ട് പറയുമോ? വിനീത് ഫോൺ എടുത്ത് കാവേരിയെ വിളിക്കുകയാണ്. തുടർന്ന് കടയിലേക്ക് വന്ന കാവേരിയോട് നിവിന്റെ റിസോർട്ടിൽ വേക്കൻസി ഉള്ള കാര്യം പറയുകയാണ് വിനീത്. എത്ര ശമ്പളം തരുമെന്ന് കാവേരി ചോദിക്കുമ്പോൾ വിനീത് പറയുകയാണ്, ജോലി കിട്ടുന്നതേ വലിയ കാര്യമാണ്, അപ്പോഴവള് ശമ്പളം ചോദിക്കുന്നത്. നിവിൻ ചോദിക്കുന്നു, മാഡം എത്ര പ്രതീക്ഷിക്കുന്നത് തരാം. കാവേരി പറയുന്നു, ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സാലറി ചോദിക്കും. നിവിൻ പറയുകയാണ്, റിസോർട്ടിൽ വരുന്ന പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാവേരി ചോദിക്കുന്നു, സത്യമായിട്ടും അവിടെ ജോലിയുണ്ടോ? വിനീത് പറയുകയാണ്, ഉണ്ടെന്ന് നിവിൻ പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ നിന്നെ ഫോൺ വിളിച്ച് വരാൻ പറഞ്ഞത്. കാവേരി പറയുന്നു, എനിക്കിപ്പോ ഒരു ജോലി ആവശ്യമാണ്, ഇത് കിട്ടിയാലും ഓക്കെ. അമ്മ സമ്മതിച്ചോ? നിവിൻ പറയുകയാണ്, റിസോർട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. ഇത് കേട്ട് പൊട്ടിച്ചിരിച്ച് കാവേരി ചോദിക്കുന്നു, സത്യമാണോ? നിങ്ങൾക്ക് തനിച്ചൊരു തീരുമാനമൊക്കെ എടുക്കാൻ കഴിയുമോ? നിവിൻ പറയുന്നു, ഒരു ചെറിയ ഇന്റർവ്യൂ ഉണ്ട്, അതൊന്ന് അറ്റൻഡ് ചെയ്താൽ മതി. നിവിന്റെ അമ്മ സമ്മതിക്കുമോന്ന് കാവേരി ചോദിക്കുമ്പോൾ വിനീത് പറയുകയാണ്, അറ്റൻഡ് ചെയ്ത് നോക്ക്. കാവേരി പറയുന്നു, നിവിന്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല. നിവിൻ പറയുകയാണ്, അതൊന്നുമില്ല, ഞാൻ നോക്കിക്കോളാം, ആ കാര്യമല്ല. കാവേരിക്ക് ജോലി ഉറപ്പാ, ഇത് വെറും ഒരു ഫോർമാലിറ്റി മാത്രമാണ്. സന്തോഷത്തോടു കൂടി കാവേരി ചോദിക്കുന്നു, ജോലി ഉറപ്പാണോ? നിവിൻ പറയുകയാണ്, 100% കൺഫേം. നാളെ ഒരു 11 മണിയാകുമ്പോൾ റിസോർട്ടിലേക്ക് വാ. കാവേരി പറയുന്നു, ഡൺ. എന്റെ പെർഫോമൻസ് കണ്ട് നിവിന്റെ അമ്മ മയങ്ങി വീഴും. അങ്ങനെ കാവേരി അവിടെ നിന്ന് പോകുമ്പോൾ വിനീത് പറയുകയാണ്, എടാ അവൾ അങ്ങനെ സംസാരിക്കുകയുള്ളൂ, നീ തെറ്റിദ്ധരിക്കണ്ട. നിവിൻ പറയുന്നു, അതൊന്നും സാരമില്ല വിനീത്. അങ്ങനെ നിവിൻ പുഞ്ചിരിച്ച് കാവേരി പോകുന്നത് നോക്കി നിൽക്കുകയാണ്. തുടർന്ന് വീട്ടിലേക്ക് വന്ന കാവേരി തനിക്ക് ഒരു ജോലി കിട്ടുന്നത് പോലെ ഉണ്ടെന്ന് പറയുകയാണ്. ശാരദ ചോദിക്കുന്നു, ജോലി കിട്ടിയോ? ഗവൺമെന്റ് ജോലിയാണോ? കാവേരി പറയുന്നു, അതെ, ഗവൺമെന്റ് ജോലി, അമ്മയുടെ അച്ഛൻ തരുമായിരിക്കും. എവിടെയാണ് ജോലി കിട്ടിയതെന്ന് ശാരദ ചോദിക്കുമ്പോൾ കാവേരി പറയുകയാണ്, വിനീതേട്ടന്റെ ഒരു ഫ്രണ്ട് ഇല്ലേ നിവിൻ, അച്ഛൻ മരിച്ച സമയത്തൊക്കെ വിനീതേട്ടന്റെ ഒപ്പം ഉണ്ടായിരുന്ന. ഗംഗ പറയുകയാണ്, ജയപാലനങ്ങളുടെ മരുമകൻ. ശാരദ പറയുകയാണ്, ഓ രാജേശ്വരിയുടെ മകൻ. കാവേരി പറയുന്നു, അതെ, ആ രാജേശ്വരി മേഡത്തിന്റെ ഹോം സ്റ്റേയിലോ റിസോർട്ടിലോ ആണ് എനിക്ക് ജോലി പറഞ്ഞിട്ടുള്ളത്. അവിടെ എന്താ ജോലി എന്ന് ശാരദ ചോദിക്കുമ്പോൾ കാവേരി പറയുകയാണ്, റിസപ്ഷനിസ്റ്റോ എന്ന് സംശയത്തോടു കൂടി ശാരദ ചോദിക്കുമ്പോൾ കാവേരി പറയുന്നു, റിസപ്ഷനിസ്റ്റ്, ഹായ് നമസ്കാരം, വെൽക്കം ടു അവർ ഹോം സ്റ്റേ. അതേപോലെ പെട്ടെന്ന് ശാരദയുടെ മുഖം വാടുമ്പോൾ കാവേരി പറയുകയാണ്, അമ്മ അത് മാത്രമല്ല, അവിടുത്തെ അക്കൗണ്ട്സ്, പിന്നെ
പിന്നെ അവിടുത്തെ ഇൻചാർജ് ഞാനാ. നിന്നോടാരാ ഈ ജോലിക്കാര്യം പറഞ്ഞതെന്ന് ശാരദ ചോദിക്കുമ്പോൾ ഗംഗയെന്ന് നോക്കിയിട്ട് മടിയോടുകൂടി കാവേരി പറയുകയാണ്, നിവിൻ, വിനീതേട്ടനാ എന്നോട് പറഞ്ഞത്. ശാരദ ചോദിക്കുന്നു, നീ 3 വർഷം കോളേജിൽ പോയി പഠിച്ചതല്ലേ, വേറെ നല്ല ജോലിയൊന്നും കിട്ടില്ലേ നിനക്ക്? ഈ റിസോർട്ടിൽ പോയി ജോലി ചെയ്യണോ? ഗംഗ പറയുകയാണ്, അമ്മേ, ഈ പുഷ്പവാടി മുഴുവൻ റിസോർട്ടും ഹോം സ്റ്റേയും അല്ലേ ഉള്ളൂ, അവിടല്ലേ അവൾക്ക് ജോലി ചെയ്യാൻ പറ്റൂ. കാവേരി പറയുകയാണ്, അമ്മേ, ഞാൻ അവിടെ ജോലിക്ക് പൊയ്ക്കോട്ടെ, ഇല്ലെങ്കിൽ ഞാൻ വേറെ നാട്ടിൽ പോയി ജോലി ചെയ്യേണ്ടി വരും. ഈ നാട്ടിൽ തന്നെ ഞാൻ ജോലി ചെയ്യണമെങ്കിൽ ഇതൊക്കെ കിട്ടുകയുള്ളൂ. ഗംഗ പറയുകയാണ്, അമ്മ കൂടുതൽ ആലോചിക്കണ്ട, കുറച്ചുനാൾ അവള് അവിടെ ജോലി ചെയ്യട്ടെ. കാവേരി പറയുകയാണ്, അമ്മേ, അറിയാവുന്ന സ്ഥലമല്ലേ. ശാരദ പറയുകയാണ്, അതാടി എന്റെ പേടി. ഓണത്തിന്റെ അന്ന് രാജേശ്വരി നിന്നെ എന്തെല്ലാം പറഞ്ഞത്, നീ മറന്നുപോയോ അത്? കാവേരി പറയുന്നു, അതൊക്കെ വിടമ്മേ, അതൊക്കെ പഴയ കഥയല്ലേ. ശാരദ പറയുകയാണ്, അവളൊരു അഹങ്കാരം പിടിച്ചോളാം. കാവേരി പറയുന്നു, അവരുടെ അഹങ്കാരമൊക്കെ ഞാൻ അവസാനിപ്പിച്ചോളാം. ശാരദ പറയുകയാണ്, കണ്ടില്ലേടി, നീ അവളെക്കാട്ടിലും അഹങ്കാരം ഉള്ളവളാ. ശാരദ പറയുന്നു, ജയബാലേട്ടനെ ഒന്ന് വിളിക്ക്, പ്രവീണയുടെ ഒരു വാക്ക് ചോദിക്കാം. ഇത് കേട്ട് കാവേരി പ്രവീണയുടെ ഫോണിലേക്ക് വിളിച്ചു കൊടുക്കുകയാണ്. രാജേശ്വരിയുടെ റിസോർട്ടിൽ കാവേരിക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ടെന്നും ജയബാലേട്ടനോടൊന്ന് പറയണമെന്നും ഒക്കെ ശാരദ പറയുന്നു. തുടർന്ന് വിനീത് റിസപ്ഷനിസ്റ്റിന്റെ കാര്യം രാജേശ്വരിയുമായി സംസാരിക്കുകയാണ്. ആരാ പെൺകുട്ടിയെന്ന് രാജേശ്വരി ചോദിക്കുമ്പോൾ നിവിൻ പറയുകയാണ്, വിനീതില്ലേ, വിനീതിന്റെ അമ്മാവന്റെ മകൾ. രാജേശ്വരി ചോദിക്കുന്നു, ആരാ? എനിക്കറിയില്ല. ടെൻഷനോടുകൂടി നിവിൻ പറയുന്നു, അമ്മയ്ക്കറിയാം, കാവേരി. രാജേശ്വരി ദേഷ്യത്തോടുകൂടി നിൽക്കുമ്പോൾ നിവിൻ പറയുകയാണ്, നല്ല പഠിത്തമുള്ള പെൺകുട്ടിയാ. രാജേശ്വരി ചോദിക്കുന്നു, ആ അഹങ്കാരം പിടിച്ചവളോ? നിന്നോട് ഞാൻ അവിടെ പോകരുതെന്ന് പറഞ്ഞിട്ടില്ലേ? നിവിൻ പറയുകയാണ്, ജയബാലനങ്ങളുടെ ഫ്രണ്ടിന്റെ വീടല്ലേ, ജയബാലനങ്ങളിന് വേണ്ടിയെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ, ആ കുടുംബത്തിനെ സഹായിക്കണം. അമ്മ പ്ലീസ് അമ്മേ, ഞാൻ വാക്ക് കൊടുത്തുപോയി, ജോലി കിട്ടുമെന്ന് പറഞ്ഞുപോയി. രാജേശ്വരി പറയുന്നു, പറ്റില്ല, അവൾ ഇവിടെ വരാൻ പാടില്ല, എനിക്ക് അവളെ കാണുന്നതേ ഇഷ്ടമല്ല, റിസപ്ഷനിൽ ഞാൻ ഇരുന്നോളാം, എങ്കിലും അവളെ ഇവിടെ വേണ്ട. നിവിൻ ചോദിക്കണ്ട, അമ്മ എന്തിനാ റിസപ്ഷനിൽ ഇരിക്കുന്നത്, അമ്മ ഓണറല്ലേ, അവൾ ഇവിടെ വരാൻ പാടില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടുകൂടി രാജേശ്വരി അകത്തേക്ക് പോവുകയാണ്. നിവിൻ ആസിഫിനോട് പറയുന്നു, അമ്മയെ കൺവിൻസ് ചെയ്യാൻ ഒരാളുണ്ട്, പ്രവീൺ ആന്റി, ജയബാലനങ്ങളുടെ വൈഫ്. അങ്ങനെ പ്രവീണയുടെ ഫോണിലേക്ക് വിളിച്ച് കാവേരിയുടെ ജോലിക്കാര്യം പറയുകയാണ് നിവിൻ. ശാരദ വിളിച്ച് പറഞ്ഞായിരുന്നു എന്ന് പ്രവീണ പറയുമ്പോൾ അമ്മ കാവേരിക്ക് ജോലി കൊടുക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള കാര്യം പറയുകയാണ് നിവിൻ. ഈ സമയം രാജേശ്വരി അവിടേക്ക് വരികയും രാജേശ്വരിയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയുമാണ് നിവിൻ. പ്രവീണ കാവേരിക്ക് ജോലി കൊടുക്കണമെന്ന് പറഞ്ഞ് രാജേശ്വരിയോട് സംസാരിക്കുമ്പോൾ രാജേശ്വരി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. പ്രവീണ ആ കുടുംബത്തെ സഹായിക്കണമെന്ന് പറഞ്ഞ് കാവേരിക്ക് വേണ്ടി സംസാരിക്കുകയാണ്. എല്ലാം കേട്ട് രാജേശ്വരി അവളോട് വരാൻ പറയാനായി നിവിനോട് പറയുന്നു. ഇത് കേട്ട് പ്രവീണ് സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ ഫോൺ കട്ട് ചെയ്ത രാജേശ്വരി ചോദിക്കുന്നു, എന്താടാ, റെക്കമെൻഡേഷൻ ആണോ? അവളെ വിളിച്ച് വരാൻ പറ, ഞാൻ സംസാരിക്കട്ടെ, മര്യാദക്കാണെങ്കിൽ ഞാൻ അവൾക്ക് ജോലി കൊടുക്കാം. തുടർന്ന് കാവേരിയുടെ ഇന്റർവ്യൂവിന്റെ കാര്യങ്ങൾ സംസാരിക്കുകയാണ് നിവിനും വിനീതും. എങ്ങനെ രാജേശ്വരിയുടെ മുന്നിൽ പെരുമാറണമെന്നെല്ലാം നിവിൻ പറഞ്ഞു കൊടുക്കുകയാണ്. വിനീത് പറയുന്നു, ഇന്റർവ്യൂ എല്ലാം കഴിയുമ്പോൾ എന്നെ വിളിക്കണം. ശരിയെന്ന് പറഞ്ഞ് കാവേരി ഇന്റർവ്യൂവിനായി പോവുകയാണ്. തുടർന്ന് കാവേരി രാജേശ്വരിയുടെ അരികിലേക്ക് വരുമ്പോൾ തൊട്ടരികിൽ ആസിഫും നിവിനും ഉണ്ട്. നിവിൻ കാവേരിയെ നോക്കി കണ്ണു കാണിക്കുമ്പോൾ കാവേരി പറയുന്നു, ഗുഡ് മോർണിംഗ് മാഡം, സോറി ഗുഡ് ഈവനിങ് മാഡം. രാജേശ്വരി ഇരിക്കുന്നു പറയുമ്പോൾ കാവേരി സന്തോഷത്തോടുകൂടി അവിടേക്ക് ഇരിക്കുകയാണ്. രാജേശ്വരി ദേഷ്യത്തോടുകൂടി കാവേരിയെ നോക്കുന്നു. നിവിനും ആസിഫും ടെൻഷനോടുകൂടി നിൽക്കുകയാണ്. രാജേശ്വരി നിവിനോട് പറയുന്നു, നീ ഇരിക്കടാ, സാരമില്ല, ഞാൻ ഇവിടെ നിന്നോളാവുന്ന നിവിൻ പറയുമ്പോൾ രാജേശ്വരി പറയുകയാണ്, ഇരിക്കാനാ ഞാൻ നിന്നോട് പറഞ്ഞത്. ഇത് കേട്ട് അവിടേക്കിരുന്ന നിവിൻ എഴുന്നേൽക്കാനായി കൈകൊണ്ട് കാവേരിയോട് പറയുകയാണ്. രാജേശ്വരി പേര് ചോദിക്കുമ്പോൾ നിവിൻ കാവേരി എന്ന പേര് പറയുകയാണ്. രാജേശ്വരി ചോദിക്കുന്നു, ഞാൻ നിന്നോടാണോ ചോദിച്ചത്? അപ്പോൾ കാവേരി പറയുന്നു, എന്റെ പേര് കാവേരി എന്നാ, ഞാൻ പറയാൻ തുടങ്ങുകയായിരുന്നു. രാജേശ്വരി ക്വാളിഫിക്കേഷനും ഡീറ്റെയിൽസും ഒക്കെ കാവേരിയോട് ചോദിക്കുകയാണ്. ഇവിടെ തന്നെ ജോലി ചെയ്യണമെന്ന് നിർബന്ധമാണോ എന്ന് രാജേശ്വരി ചോദിക്കുമ്പോൾ നിവിൻ പതിയെ കാവേരിയോട് പറയുകയാണ്, സെന്റിമെന്റ്സ്. വിഷമത്തോടുകൂടി കാവേരി പറയുന്നു, ഞങ്ങളുടെ അച്ഛൻ മരിച്ചുപോയി, എനിക്ക് ഉടനെ ഒരു ജോലി വേണം, വീട്ടിലത്തെ അവസ്ഥ വെച്ച് എനിക്ക് ഇപ്പൊ പുറത്തൊന്നും പോയി ജോലി ചെയ്യാൻ പറ്റില്ല, നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ജോലി വേണം. രാജേശ്വരി ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഇതിലും നല്ലൊരു ജോലി കിട്ടിയാൽ നീ പോകുമോ? അങ്ങനെയൊന്നും പോകില്ല എന്ന് നിവിൻ പറയുമ്പോൾ രാജേശ്വരി പറയുകയാണ്, നീ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ സംസാരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പുറത്തിറങ്ങിപ്പോ. കാവേരി പറയുന്നു, നമ്മുടെ നാട്ടില് ഇതൊക്കെ വലിയ ജോലിയല്ലേ, ഇതിനെക്കാട്ടിലും നല്ലൊരു ജോലി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രാജേശ്വരി ചോദിക്കുന്നു, ഇതിനു മുമ്പ് ഇതുപോലെയുള്ള റിസോർട്ടിൽ ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടോ? കാവേരി പറയുകയാണ്, ഇല്ല. പിന്നെ ഞാൻ എങ്ങനെ ജോലി തരുമെന്ന് രാജേശ്വരി ചോദിക്കുമ്പോൾ കാവേരി പറയുകയാണ്, ഞാൻ പഠിക്കും മാഡം. രാജേശ്വരി പറയുന്നു, നിനക്ക് ഞാൻ ജോലി പഠിപ്പിച്ചു തന്ന് ജോലി തരണോ അല്ലേ? അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല. കാവേരി പറയുകയാണ്, മാഡം ഉറപ്പായി ഞാൻ പെട്ടെന്ന് പഠിക്കും. അങ്ങനെ കാവേരി വളരെ വിഷമത്തോടുകൂടി രാജേശ്വരിയോട് സംസാരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് രാജേശ്വരി ചോദിക്കുന്നു, ശമ്പളം എത്ര പ്രതീക്ഷിക്കുന്നത്? ഇവിടെ എത്ര ശമ്പളം എന്ന് എനിക്ക് അറിയില്ല എന്ന് കാവേരി പറയുമ്പോൾ രാജേശ്വരി പറയുകയാണ്, നിനക്ക് എത്ര വേണമെന്നാ ചോദിച്ചത്? കാവേരി പറയുന്നു, എനിക്ക് പണത്തിന്റെ ആവശ്യം ഒരുപാടുണ്ട് മാഡം. രാജേശ്വരി പറയുകയാണ്, നിന്റെ ആവശ്യങ്ങൾക്കെല്ലാം ഇവിടെ പണം തരാൻ പറ്റില്ല, നിന്നെ തുടർന്ന് ജോലിയിൽ വെക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ആദ്യം നീ ഒരു മാസം ജോലിക്ക് വാ, അപ്പൊ ഒരു 12,000 രൂപ തരാം, അതിനുശേഷം
ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. മര്യാദയ്ക്ക് ഇവിടെ ജോലി ചെയ്തോണം. തുടർന്ന് പുറത്തേക്ക് ഇറങ്ങിയ കാവേരിയുടെ അരികിലേക്ക് ഓടിച്ചെന്ന് സന്തോഷത്തോടുകൂടി സംസാരിക്കുകയാണ് നിവിൻ. കാവേരി താങ്ക്സ് പറയുമ്പോൾ ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ് കാവേരിക്ക് കൈ കൊടുക്കുകയാണ് നിവിൻ. തുടർന്ന് സന്തോഷത്തോടുകൂടി സംസാരിച്ച് വിശാലിന്റെ ഒപ്പം ബൈക്കിൽ വരികയാണ് യമുന. കുറച്ചു ദൂരം ചെല്ലുമ്പോൾ ബൈക്ക് നിർത്താനായി ആവശ്യപ്പെടുകയാണ് യമുന. എന്തു പറ്റിയെന്ന് വിശാൽ ചോദിക്കുമ്പോൾ ബൈക്കിൽ നിന്ന് ഇറങ്ങിയ യമുന പറയുകയാണ്, ഇനി അങ്ങോട്ട് ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാകും. എന്ത് പ്രശ്നമാകാനാണെന്ന് വിശാൽ ചോദിക്കുമ്പോൾ യമുന പറയുകയാണ്, ആരെങ്കിലും കണ്ടാ മതി, പിന്നെ അവരെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കാനായി തുടങ്ങും. എങ്കിൽ വാന്ന് പറഞ്ഞ് വിശാല് ബൈക്കിൽ നിന്നും ഇറങ്ങി ബൈക്ക് ഉന്തിക്കൊണ്ട് യമുനയോട് സംസാരിച്ച് മുന്നോട്ട് നടന്നു വരികയാണ്. ഈ സമയം മാവഴി വരുന്ന ഗംഗ ചിരിച്ച് സംസാരിച്ചു വരുന്ന വിശാലിനെയും യമുനയും ശ്രദ്ധിക്കുകയാണ്. വിശാലും യമുനയും ഗംഗയെ കാണാതെ കയ്യിൽ പിടിച്ച് സംസാരിച്ചു വരികയാണ്. ഗംഗ ഞെട്ടി ദേഷ്യത്തോടുകൂടി അവരെ തന്നെ നോക്കി നിൽക്കുന്നു. വിശാലും യമുനയും ഗംഗയെ കണ്ട് ടെൻഷനോടുകൂടി നിൽക്കുകയാണ്. ഹായ് ഗംഗ ചെയ്ത വിശാൽ പറയുമ്പോൾ ഗംഗ ചോദിക്കുന്നു, നീ എന്താടാ ഈ വഴി? വിശാൽ പറയുകയാണ്, ഞാൻ ചുമ്മാ യമുനയോട് സംസാരിച്ച് നടന്നു വന്നതാ. ഗംഗ ചോദിക്കുന്നു, ഇത്രയും വലിയൊരു വണ്ടി ഉണ്ടായിട്ട് അത് തള്ളിക്കൊണ്ട് നടന്നു വരാൻ നിനക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ലേ? വിശാൽ പറയുന്നു, ചേച്ചി കോളേജിൽ നിന്നും ബസ് സ്റ്റോപ്പ് വരെ ഞങ്ങള് ബൈക്കിലാ വന്നത്. ഇത് കേട്ട് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് യമുന. പിന്നെ സംസാരിച്ചുകൊണ്ട് പതിയെ നടന്നു വന്നേ ഉള്ളൂ. ഗംഗ ചോദിക്കുന്നു, നീ എന്താ യമുന ബസ്സിൽ വരാഞ്ഞത്? യമുന പറയുന്നു, ഒരുപാട് നേരം കാത്തു നിന്ന് ചേച്ചി, ബസ് വന്നില്ല. ഗംഗ ചോദിക്കുകയാണ്, കോളേജിന്റെ ബസ്സല്ലേ, അത് വരാതെ എവിടെ പോകാനാ? യമുന പറയുന്നു, ഫൈനൽ ഇയറുകാർക്ക് എന്തോ പ്രാക്ടിക്കൽ എക്സാം, അത് കഴിഞ്ഞാലേ ബസ് വരത്തുള്ളൂ. പുഞ്ചിരിച്ച് ഗംഗ പറയുന്നു, ശരി വിശാൽ, നീ പൊയ്ക്കോ, ഇനിയും ഞാൻ ഇവൾക്ക് കമ്പനി കൊടുത്തോളാം. വിശാൽ പറയുന്നു, ഓക്കെ ചേച്ചി. യമുന ബൈ എന്ന് പറഞ്ഞ് ബൈക്കിൽ കയറി അവിടെ നിന്ന് പോവുകയാണ് വിശാൽ. യമുന ടെൻഷനോടുകൂടി നിൽക്കുമ്പോൾ ദേഷ്യത്തോടുകൂടി യമുനയുടെ കരണം പുകച്ചടിക്കുകയാണ് ഗംഗ. യമുന ഞെട്ടി ഗംഗയെ നോക്കുമ്പോൾ ഗംഗ പറയുകയാണ്, എത്ര ലേറ്റ് ആയാലും കോളേജ് ബസ്സിൽ വേണ്ടേ വരാൻ? ലേറ്റ് ആയാൽ അന്വേഷിക്കില്ലേ എന്ന് യമുന ചോദിക്കുമ്പോൾ ഗംഗ പറയുകയാണ്, നിന്റെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ, എന്നെ ഇൻഫോം ചെയ്താ പോരെ, ഞാൻ വന്ന് നിന്നെ വിളിച്ചോണ്ട് വരുമായിരുന്നല്ലോ. യമുന ചോദിക്കുകയാണ്, ചേച്ചി വിശാല് നമ്മൾ അറിയാത്ത ആളൊന്നും അല്ലല്ലോ, ജയപാലൻ അങ്കിളിന്റെ മകനല്ലേ? ഗംഗ ചോദിക്കുകയാണ്, വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? വഴിയിൽ നിങ്ങളെ എത്ര പേര് കണ്ടിട്ടുണ്ടായിരിക്കും? അരവിന്ദൻ മരിച്ചു, അരവിന്ദന്റെ മക്കള് പെരുവഴിയിലായി എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പൊ വീട് തിരിച്ചു പിടിച്ചപ്പോൾ നിന്നെ പറ്റി ഇനിയും നാട്ടുകാർ മോശമായി സംസാരിക്കണം. ഇനി അവന്റെ ബൈക്കിൽ കയറി നീ വന്നാൽ നിന്റെ കാല് ഞാൻ തല്ലിയൊടിക്കും. പഠിക്കാൻ പോയാൽ പഠിച്ചാ മതി. കോളേജിൽ എല്ലാവരോടും എങ്ങനെയാണോ സംസാരിക്കുന്നത് അതേപോലെ തന്നെ നീ വിശാലിനോട് സംസാരിച്ചാ മതി. ഇങ്ങനെ കൊണ്ടുവിടുന്നത്, അവന്റെ ബൈക്കിൽ കയറി പോകുന്നത്, ഒരുമിച്ച് റോഡിലൂടെ നടക്കുന്നത്, ഇതൊന്നും വേണ്ട. നിനക്ക് വീട്ടിലെ അവസ്ഥയൊക്കെ അറിയാലോ, നീ എന്തിനാ കോളേജിൽ പോകുന്നതെന്നും അറിയാലോ. ഇനി ഞാൻ നിന്നെ ഇങ്ങനെ കണ്ടാൽ കൊന്നുകളയും. ഇതെല്ലാം കേട്ട് കണ്ണു നിറങ്ങി നിൽക്കുകയാണ് യമുന. തുടർന്നുള്ള റിവ്യൂവുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.